ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് സിയത് ഇലിഗൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. അങ്ങനെ ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വന്നു. സെൻസെക്സ് 736 പോയിന്റിന്റെ ഒരു റാലി, ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു, അതിന് റീസണും ഉണ്ട്. അങ്ങനെ നിഫ്റ്റി 23,850 ഒരു പരിസരത്താണ് നിൽക്കുന്നത്. 24,000 മറികടന്ന് വളരെ പെട്ടെന്ന് തന്നെ പോകുമെന്നുള്ള എക്സ്പെക്ടേഷനിലാണ് മാർക്കറ്റ് ഉള്ളത്. കാരണം ക്രൂഡ് പ്രൈസ് ഫോളോ ചെയ്തു, ഇന്ത്യൻ റുപ്പീസ് സ്ട്രെങ്തൻ ചെയ്തു, ബോണ്ട് ഈൽഡ് ഫോളോ ചെയ്തു, ഗോൾഡ് സ്പൈക്ക് ചെയ്തു. അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് ന്യൂസും ഉണ്ട്. പക്ഷേ സെയിം ടൈം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു 9.68, 8.3യിൽ നിന്ന് ഈ ഇൻഫ്ലേഷൻ, ഇന്ത്യയുടെ പണപ്പെരുപ്പ് നിരക്ക് വർദ്ധിച്ചു എന്നുള്ള ഒരു നെഗറ്റീവ് ന്യൂസും ഇതോടൊപ്പം തന്നെ ഉണ്ട്. ഗോൾഡ് സ്പൈക്ക് ചെയ്തിട്ടുള്ളത് മുത്തൂറ്റും കല്യാണം ഉൾപ്പെടെയുള്ള കമ്പനീസിന് ഗുണകരമായി. ഈ ക്രൂഡ് ഫോൾ ആയിട്ടുള്ളത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസും എയർവേസ് കമ്പനീസിനും അത് ഗുണകരമായിട്ടുണ്ട്. വേദാന്തയുടെ ഡീമർജർ ഇന്ന് നടന്നു. സ്റ്റോക്കുകളെല്ലാം തന്നെ ഡീമർജ് ചെയ്ത സ്റ്റോക്കുകളെല്ലാം തന്നെ ഡിമാറ്റിലെത്തി. ഇനി യുദ്ധ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാതിന് മുമ്പ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് 3% ക്രാഷ് ചെയ്തു, 14 ആണ്. ജപ്പാൻ മാർക്കറ്റ് 5%, കോസ്പി കൊറിയ 5%, ഓസ്ട്രേലിയ നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും നിഫ്റ്റി ഫ്യൂച്ചർ എല്ലാം തന്നെ പ്ലസ് ആണ്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് 3% സ്പൈക്ക് ചെയ്ത് 4,333, സിൽവറും 4% സ്പൈക്ക് ചെയ്ത് 70, ബിറ്റ് കോയിനും ഏകദേശം 1,200 പോയിന്റ് സ്പൈക്ക് ചെയ്ത് 65,000 എന്ന നിലയിലാണ് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ 23,950 ഇപ്പോൾ മാർക്കറ്റിൻ്റെ സ്പോട്ട് ഉള്ളത്. 24,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആളുകൾ എത്ര ധൈര്യത്തിലാണ് 24,000 ഷോർട്ട് ചെയ്തിരിക്കുന്നത്. 24,000 ഹ്യൂജ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. 0.94 ആണ് PCR പുട്ട് കോൾ റേഷ്യോ. പുട്ട് സൈഡിൽ അഗ്രസീവ് ഷോട്ട് ഉണ്ട്, എങ്കിലും 24,000 റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് US മാർക്കറ്റിലെ US സ്റ്റോക്കുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ അസെഞ്ചറും, എൻവിഡിയ, ആമസോണും, ഗൂഗിളും, ആപ്പിളും, മെറ്റയും, ഫേസ്ബുക്കും, ടെസ്ല, ഇന്റലും, നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെയുള്ള കമ്പനീസെല്ലാം തന്നെ നല്ല രീതിയിലുള്ളൊരു എക്സ്റ്റൻഡ് അവേഴ്സാണ് ഉള്ളത്. ഇത് നമുക്ക് നോക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ യുദ്ധത്തിൻ്റെ ഒരു സമാധാന കരാർ വന്നു, പിന്നീടായിരിക്കും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. പിന്നീട് US മാർക്കറ്റ് ഫോളോ ചെയ്യും, USലെ എക്സ്റ്റൻഡ് അവേഴ്സിൽ സ്റ്റോക്കുകൾ ഫോളോ ചെയ്യും, US ഫ്യൂച്ചർ ഫോളോ ചെയ്യും. അത് നമുക്ക് ആദ്യം തന്നെ അറിയുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ധാരണ കിട്ടും. ഏകദേശം ഒരു 3:30 ആകുമ്പോഴേക്കും എക്സ്റ്റൻഡ് അവേഴ്സിലുള്ള സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടും. അതല്ലെങ്കിൽ ഓൾമോസ്റ്റ് ടൈം 24 അവർ US ഫ്യൂച്ചർ, നാസ്ഡാക്ക് ഫ്യൂച്ചറും അല്ലെങ്കിൽ ഡോ ഫ്യൂച്ചറും ട്രേഡ് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് ഉച്ചയ്ക്കാണ് ഓപ്പൺ ആവുന്നത്, പക്ഷേ രാവിലെ മുതൽ യൂറോപ്യൻ ഫ്യൂച്ചറും ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആക്യുറസി ഉള്ള ഒരു ട്രേഡ് എടുക്കാൻ സാധിക്കും. പ്ലസ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് അത് കോൺക്രീറ്റ് ആയിട്ട് ഒരു ഫോർമുലയും മാർക്കറ്റിലില്ല. ഇതെല്ലാം തന്നെ ഓരോരോ ഇൻഗ്രീഡിയൻറ്റാണ്. ആ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമ്മളൊരു നല്ലൊരു ഡിഷ് ഉണ്ടാക്കാനായിട്ടാണ് ഒരു ട്രേഡർ ശ്രമിക്കുന്നത്. അത് കൃത്യമായ ഇൻഗ്രീഡിയൻറ്റ് ഇട്ടില്ലെങ്കിൽ സ്വാഭാവികമായ രീതിയിൽ ആ ട്രേഡിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഡ്രോബാക്കുകൾ ഉണ്ടാകും. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജിയോ സിസ്റ്റം അല്ല മാർക്കറ്റിൻ്റെ എല്ലാം നമ്മൾ നോക്കണം. ഇനി യുദ്ധത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ കരാറിലെ പ്രധാന കാര്യങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ ഉടൻ നിർത്താൻ ധാരണയായിട്ടുണ്ട്. ലെബനാനിൽ നടക്കുന്ന ഇസ്രായേൽ അവസാനിപ്പിക്കാനായിട്ടുള്ള ധാരണ ഉണ്ട്. ഈ കരാർ സൈൻ ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് ജൂൺ 19, അതായത് വെള്ളിയാഴ്ച. തുടർന്ന് 60 ദിവസത്തെ ചർച്ചയുണ്ടാവും. ഈ ചർച്ചയിൽ കൂടുതൽ സമഗ്രമായിട്ടുള്ളൊരു സമാധാന കരാറിലേക്ക് നീങ്ങും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ഈ നടക്കുന്ന എന്നാണ് ഈ ജൂൺ 19, അതായത് ഈ വരുന്ന ഫ്രൈഡേ നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സൈനാണ്. അതിനുശേഷം 60 ദിവസത്തെ ചർച്ചയാണ്. ഈ ചർച്ചയിലാണ് ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ്, ഹോർമസിലെ താരിഫ്, അതൊക്കെയെല്ലാം തന്നെ ചർച്ചയിൽ വരുന്നത്. പക്ഷേ ഇതിനിടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ഈ ഒരു കരാറിലെ പ്രധാന വ്യവസ്ഥയെ എതിർക്കുന്നുണ്ട്. എന്താ പ്രധാന വ്യവസ്ഥ? കരാറനുസരിച്ച് ലെബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവലിയണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. പക്ഷെ അത് ഇസ്രായേൽ അംഗീകരിക്കില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ അത് നിലനിൽക്കുമ്പോൾ ഒരിക്കലും ഹിസ്ബുള്ള പോലുള്ള ഈ ഇറാനിലെ ഏറ്റവും കൂടുതൽ വലിയ സ്വാധീനമുള്ള
ഒരു വിമതർ ഗ്രൂപ്പാണ്. അപ്പോൾ അവർക്കൊന്നും ഇത് കരാറ് എനിക്ക് അറിയില്ല നമുക്ക് എത്തരത്തിലേക്കൊക്കെ പോകുന്നു. കാരണം ഇസ്രായേൽ ലെബനാനിൽ നിന്ന് മാറിയില്ലെങ്കിൽ ഈ കരാറിലുള്ള ഒരു പ്രസക്തി എന്താണെന്ന് പോലും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രധാന ആവശ്യം ഇതാണ്. പക്ഷേ മറ്റൊരു പ്രധാന ആവശ്യം ഉണ്ടായിരുന്നു, ഏകദേശം $25 ബില്യൺ ഇറാൻ്റെ ഫ്രീസ് ചെയ്ത ഫണ്ട്. അപ്പോൾ അത് അൺഫ്രീസ് ചെയ്യാനായിട്ട് US തയ്യാറായിട്ടുണ്ട്. അതായത് US ആണ് ഇപ്പോൾ ആക്ച്വലി കുറച്ചും കൂടി യുദ്ധം നിർത്താനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇറാനേക്കായും ഇസ്രായേലിനേക്കായും US-നാണ് കൂടുതൽ ആഗ്രഹം എന്നുള്ളതാണ് ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തൂലേ, ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. അപ്പോൾ ഈ ട്രേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് ഘടകങ്ങൾ ഇൻവോൾവ് ആണല്ലോ. ഇതെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സൂം ഫ്രീ വെബിനാർ 21 സൺഡേ ദിവസം നടക്കും. 21-ാം തീയതി സൺഡേ രാത്രി 8 മണിക്ക് ഫ്രീ വെബിനാർ ഉണ്ടാവും. അപ്പോൾ ആ വെബിനാർ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ സൂം അനൗൺസ്മെൻറ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ട്രേഡിങ്ങിൻ്റെ സൈക്കോളജി നമുക്ക് ഷെയർ ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ സൂമിൽ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലുണ്ട്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. വാരിസ് എനർജി 800 മെഗാവാട്ടിൻ്റെ സോളാർ മൊഡ്യൂളിൻ്റെ ഓർഡർ ലഭിച്ചു. JR ഇൻഫ പ്രൊജക്റ്റ് കമ്പനി അവർക്കും 1898 കോടി രൂപയുടെ ഓർഡർ റെയിൽവേ പ്രൊജക്റ്റിൽ നിന്ന് ലഭിച്ചു. ഇനി സിൻഗർ ഇലക്ട്രിക്സ് കമ്പനിക്ക് ഫോക്സ്കോണായിട്ടൊരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. പട്ടേൽ എനർജി 126 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ശ്രീറാം പ്രോപ്പർട്ടീസ് അവർ ലക്ഷറി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയായിട്ട് ധാരണയായി. സ്റ്റീൽ അതോറിറ്റി ഇന്ത്യ സെയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ പുതിയ അമരാവതി പ്രൊജക്റ്റിൻ്റെ അപ്രൂവൽ ലഭിച്ചു. ലെൻസ്കാർട്ടിന് UBS അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ റെഡ്ഡി പുതിയ മെഡിസിൻ അവർ ലോഞ്ച് ചെയ്തു. കിംസ് ഹോസ്പിറ്റൽ അവരുടെ ഹോസ്പിറ്റലിൻ്റെ ബെഡ് കപ്പാസിറ്റി ഉയർത്തുകയാണ്. ബെഡ് കപ്പാസിറ്റി അല്ല കേട്ടോ, ഹോസ്പിറ്റൽ 1000 കോടി രൂപ ഡെപ്റ്റ് കുറയ്ക്കുകയാണ്. പ്രൊമോട്ടേഴ്സ് ഫണ്ട് ചെയ്തിട്ട് ഇവരുടെ കടം കുറയ്ക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് വാർത്തകളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വാറിൻ്റെ ഭാഗത്തു നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്തു. ഇപ്പോൾ 2 ദിവസങ്ങളായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്രെന്റ് ഓയിൽ 83 നിൽക്കുമ്പോഴാണ് ഇത്രയും റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഇതേ ബ്രെന്റ് ഓയിൽ കുറച്ചും കൂടി ഇടിഞ്ഞ് ഈ ഇറാൻ വാർ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ആ ക്രൂഡ് പ്രൈസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മളുടെ ഇൻഫ്ലേഷൻ ഇപ്പോൾ സ്പൈക്ക് ചെയ്തത് പതിയെ കുറയും. അപ്പോൾ ഇൻഫ്ലേഷൻ കുറയുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ നമുക്ക് മാർക്കറ്റിന് അത് കൂടുതൽ ശക്തി പകരും. പിന്നെ ഇന്നത്തെ FISൻ്റെ ആക്ടിവിറ്റീസും നമ്മൾ ക്ലീനായിട്ട് വാച്ച് ചെയ്യണം. ഇന്ന് നമ്മൾ ഫസ്റ്റ് കമൻറ്റിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നും നമ്മുടെ FISൻ്റെ ആക്ടിവിറ്റീസ് പോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ NSEയുടെ വെബ്സൈറ്റിൽ എവിടെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ FIS ഇന്ന് ബയേഴ്സ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം ഇത്ര പോസിറ്റീവ് ന്യൂസ് ഉണ്ടായ ദിവസവും FIS സെല്ല് ചെയ്യരുതല്ലോ. അവർ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇറാൻ ഇഷ്യൂ കാരണമല്ല FIS ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെല്ല് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അവരിന്ന് ബയേഴ്സ് ആയേ തീരുള്ളൂ. അവസാന ദിവസം അവരുടെ സെല്ലിങ് കുറഞ്ഞിട്ടുണ്ട്. 1082 കോടി രൂപക്ക് മാത്രമാണ് അവർ സെല്ല് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടുള്ളൊരു സെല്ലിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഒരു 5000 CRന് മുകളിലാണ്. അപ്പോൾ അതൊന്ന് കുറഞ്ഞ് 1000 CRലേക്ക് എത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള ന്യൂസ്. പക്ഷേ അവർ ബയേഴ്സ് ആയാലോ, അവരുടെ ഇതുവരെയുള്ള ഒരു സെല്ലിംഗ് ആക്ടിവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ഫോം ആയി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ഫോം ആവട്ടെ. നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. അപ്പോൾ ഫ്രീ വെബിനാർ കിട്ടാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു.